കഴിഞ്ഞ ദിവസത്തെ മഴയെ തുടർന്ന് ചാറ്റുപാറ ഭാഗങ്ങളിൽ വെള്ളം കയറിയ വീടുകളിലേക്ക് അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെയും ദേവിയാർ കോളനി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മെഡിസിൻ കിറ്റുകൾ വിതരണം ചെയ്തു. ചാറ്റുപാറയിൽ നടന്ന പരിപാടി അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയെ തുടർന്ന് ചാറ്റുപാറ മേഖലയിൽ വീടുകളിൽ വെള്ളം കയറിയിരുന്നു. ഇതിനെ തുടർന്ന് അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെയും ദേവിയാർ കോളനി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ വീടുകളിലുള്ള അംഗങ്ങൾക്ക് മെഡിസിൻ കിറ്റുകളും കുടിവെള്ള സ്രോതസ്സുകൾ ശുദ്ധീകരിക്കുന്നതിനാവശ്യമായ ക്ലോറിനേഷൻ ബ്ലീച്ചിംഗ് പൗഡറുകളും നൽകി. വീടുകൾ എങ്ങനെ ശുദ്ധീകരിക്കണം, കുടിവെള്ള സ്രോതസ്സുകൾ എങ്ങനെ സംരക്ഷിക്കണം തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണവും നൽകി. ചാറ്റുപാറയിൽ നടന്ന പരിപാടി അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. സംസാരിച്ചും കഴിഞ്ഞു. എങ്ങനെയാണ് കഴിക്കേണ്ടത്, പലരും കഴിക്കുമ്പോൾ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം മറുപടിയായി നമ്മുടെ അധ്യക്ഷൻ ലതാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിങ്ങളോട് പറഞ്ഞു. അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ നമ്മുടെ പ്രാദേശികമായ പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാ ഉത്തരവാദിത്തോടെ കൂട്ടായ്മയോടുകൂടി പ്രവർത്തിച്ച് ആ പ്രവർത്തനം നമ്മളിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നേറണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വെള്ളത്തിൽ നിന്നും പകരുന്ന എലിപ്പനി പോലുള്ള മാരക രോഗങ്ങളിൽ നിന്നുമുള്ള പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് ദേവിയാർ കോളനി മെഡിക്കൽ ഓഫീസർ ജിമിൽ ക്ലാസുകൾ നയിച്ചു. പ്രളയബാധിത സ്ഥലങ്ങളിൽ പൊതുജനം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പ്രളയത്തിന് ശേഷം വയറിളക്കവും അതിനോടനുബന്ധിച്ച രോഗങ്ങളും എലിപ്പനിയും വളരെ സാധാരണമാണ്. അതിനാൽ തന്നെ നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകൾ സൂപ്പർ ക്ലോറിനേഷന് ശേഷം മാത്രം ഉപയോഗിക്കാൻ ആരംഭിക്കുക. സൂപ്പർ ക്ലോറിനേഷന് ശേഷവും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. എലിപ്പനി പ്രതിരോധത്തിനായി വൃത്തിയാക്കൽ കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർ, അഴുക്ക് വെള്ളങ്ങളുമായി കോണ്ടാക്ട് വരുന്നവർ എല്ലാവരും തന്നെ ഡോക്സിസൈക്ലിൻ പ്രതിരോധ മരുന്ന് എടുക്കാൻ ശ്രദ്ധിക്കുക. പ്രദേശങ്ങളിൽ മുഴുവൻ വീടുകളിലും ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മരുന്നുകൾ എത്തിച്ചു നൽകി. ഉദ്ഘാടന ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലതാ സലീം അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റൈഹാനത്ത് ഷുക്കൂർ മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർമാരായ ജോസ്ന ജോസ്, ബേബി അഞ്ചേരിയിൽ, ടി കെ ഷാജി, മനീഷ് നാരായണൻ, ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥനായ അനിൽകുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.